ഓർക്കുന്നുണ്ട് ബ്രോ, എൻ്റെ മൈൻഡിന് ഒരു ഹാപ്പിനെസ് ഇല്ലാതെ, മൈൻഡിന് ഒരു സമാധാനം ഇല്ലാതെ, ഭയങ്കരമായിട്ട് വിഷമിച്ച് ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്നെ ചുറ്റി ഇങ്ങനെ വലിഞ്ഞു പിടിച്ചിരുന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട്. ഭയങ്കരമായി ഞാൻ ബുദ്ധിമുട്ടിയ ഒരു സമയമാണ്. ചെയ്യാൻ പറ്റുന്ന എല്ലാ ബാഡ് ഹാബിറ്റ്സും, അൺഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നു, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ശരിയാകാത്തതുകൊണ്ടാണ്. ഞാൻ ഇങ്ങനൊരു ഒരു റാറ്റായിട്ടുള്ളൊരു മെൻ്റൽ ഹെൽത്തിൽ നിന്നും ഞാൻ അതിനെ ഓവർകം ചെയ്ത് ഒരു ഈഗിളായിട്ടുള്ള, ഒരു ഹെൽത്തി ആയിട്ടുള്ള, ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന, നമുക്ക് നമ്മുടെ മൈൻഡിന് എത്രമാത്രം പവർ ഉണ്ടെന്ന് നമ്മളെ തന്നെ കാണിച്ചു തരുന്ന ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എനിക്ക് മാറാൻ പറ്റി. ഈ റാറ്റിൻ്റെ ലൈഫ് സ്റ്റൈലും എനിക്കുണ്ടായിരുന്നു. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന എന്തോ ഡിപ്രഷൻ, സാഡ്നെസ്, ഇങ്ങനെയുള്ള ലൈഫും എനിക്കുണ്ടായിരുന്നു. ഹാപ്പി ആയിട്ട്, കോൺഫിഡൻസ് ആയിട്ട് എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ഹാപ്പി ആയിട്ടൊരു ഈഗിളിൻ്റെ ലൈഫ് സ്റ്റൈലും നമുക്ക് ഉണ്ട്. സോ എന്താണ് ഇവിടെ പ്രധാനപ്പെട്ട കാരണം? നിങ്ങളോട് ഇതുവരെയ്ക്കും ആരും പറഞ്ഞു തരാത്ത, നമ്മുടെ സ്കൂളിലോ കോളേജിലോ നമ്മൾ അംഗൻവാടി തൊട്ട് നമ്മൾ ഇത്രയും നാൾ എവിടം വരെ പഠിപ്പിച്ചിട്ടുണ്ടോ, ഈ പഠിപ്പിച്ച ഒരു ടീച്ചർമാരും ഒരു മിസ്സുമാരും ഒരു സാറുമാരും നിങ്ങളോട് ആരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ്, നമുക്ക് ലൈഫിൽ ഹാപ്പിനെസ് വേണമെങ്കിൽ, നമുക്ക് ഈവൻ മനസ്സിൽ നമുക്ക് പൈസ വേണ്ട, അങ്ങനെയുള്ള ഒരു കാര്യം വേണ്ട, ബട്ട് നമുക്ക് സമാധാനം വേണമെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടായിരുന്നു, നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് വലിയ വീടുണ്ടെങ്കിലോ, നിങ്ങൾക്ക് വലിയ കാർ ഉണ്ടെങ്കിലോ ഒരു കാര്യമില്ല. നമ്മുടെ മൈൻഡിനൊരു റിലാക്സേഷൻ ഇല്ലെങ്കിൽ, നമ്മുടെ മൈൻഡിനൊരു ഹാപ്പിനെസ് ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ട കാര്യം? സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എക്സാക്ട്ലി എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ എക്സാക്ട്ലി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. എനിക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, എനിക്ക് നല്ലവണ്ണം മനസ്സിലാവും. കാരണം ആ സിറ്റുവേഷൻ, അതിൻ്റെ റാറ്റ് ഹോളിൽ നിന്നും കയറി വന്നിട്ട് ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് ഇതുപോലെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്നൊന്നും അല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ മൈൻഡിന് ഒരു സമാധാനമില്ല, നിങ്ങളുടെ മൈൻഡിന് ഒരു ഹാപ്പിനെസ് ഇല്ല, നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ പറയുന്ന രീതിയിൽ, എക്സാക്ട്ലി നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങളുടെ മൈൻഡ് കേൾക്കുന്നില്ലെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റ് ശരി അല്ല എന്നതാണ്. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങളുടെ പ്രിയപ്പെട്ട ലൈവ് ചെയ്യുന്ന യൂട്യൂബറിൻ്റെ തൊട്ട് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേഷൻ ഇങ്ങനെ കുറേ ഇങ്ങനെ തന്ന് ബാക്കിൽ 5, 6, 8 ഇങ്ങനെ പടമൊക്കെ കാണിച്ച് ഇങ്ങനെ നിങ്ങൾ സൂചിപ്പിച്ചിരുത്താം. ബട്ട് ഞാൻ പറയുന്നത് റിയൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഞാൻ ചെയ്ത് നോക്കി എൻ്റെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് പറയത്തുള്ളൂ. സോ ഇത് നിങ്ങൾക്ക് 100% നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നും നിങ്ങൾക്കുണ്ട്. ഇത് നിങ്ങൾക്ക് 100% നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഒരു റാറ്റിൻ്റെ എൻവയോൺമെൻ്റ് ആണ്. ഒരു നമുക്ക് എങ്ങനെ കഷ്ടപ്പെടണമെന്ന് നമുക്ക് തോന്നത്തില്ല, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് തോന്നത്തില്ല, നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും, നമുക്കൊരു സന്തോഷമില്ല, നമ്മൾ എപ്പോഴും ഇങ്ങനെ പോൺ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ സറൗണ്ടിങ് ശരിയല്ലാത്തതുകൊണ്ടാണ്, നമ്മൾ ഇരിക്കുന്ന എൻവയോൺമെൻറ്റ് ശരി ആവാത്തതുകൊണ്ടാണ്. ഈ റാറ്റ് എൻവയോൺമെൻറ്റിൽ നിന്നും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഈഗിൾ എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വയമായിട്ട് സെറ്റ് ചെയ്യുക എന്നതാണ്. ഈ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ എൻവയോൺമെൻറ്റും, ഈ റാറ്റ് എൻവയോൺമെൻറ്റിൽ നിന്നും ഈ ഈഗിൾ എൻവയോൺമെൻറ്റിലേക്ക് നിങ്ങൾക്ക് വന്ന് ഇരിക്കാൻ പറ്റത്തുള്ളൂ, അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ എൻവയോൺമെൻറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. സോ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനൊരു എൻവയോൺമെൻറ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും? സോ ഇങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഇത് അത്രമാത്രം നിങ്ങളെ തന്നെ നിങ്ങൾ ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, എനിക്കറിയാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് പോകാൻ തോന്നും, എല്ലാം തോന്നും. കാരണം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെന്നും നിങ്ങൾക്ക് മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ലെന്നും, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരാൾ നിങ്ങളെ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഇവിടുന്ന് മാറണമെന്ന് നിങ്ങൾക്ക് തോന്നുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത് കോൾ ഔട്ട് ചെയ്യുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തിരിക്കണം. നിങ്ങളുടെ മൈൻഡ് വേണ്ട എന്ന് തോന്നിക്കും, എന്നാലും ചെയ്തിരിക്കണം. ഫസ്റ്റ് ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് മെൻ്റൽ ഹെൽത്ത് പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, എനിക്ക് സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും സ്ട്രെസ്സാണ്, ഒരു മൈൻഡിനൊരു സമാധാനമില്ല, ഒരു പീസ്ഫുൾനെസ് ഇല്ല, എപ്പോഴും ഇങ്ങനെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയോ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയോ, ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലങ്ങളും നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക.
ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് എടുക്കുക. ഞാൻ ഈ കാണിച്ച ഈ ഫോട്ടോയിൽ എൻ്റെ സമയം എന്ന് പറയുന്നത് അതുപോലുള്ളൊരു സമയമായിരുന്നു. ഇതുപോലെ ഭയങ്കരമായിട്ട് വിഷമിച്ചൊരു ഒരു കൺട്രോളും ഇല്ല, ഒരു ഡയറക്ഷനും ഇല്ല, എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, അങ്ങനെ നിന്നൊരു സമയം. എൻ്റെ കണ്ണിൽ നിങ്ങൾ നോക്കി അറിയാം എത്രമാത്രം പെയിനാണ് എനിക്കുള്ളത്. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിങ്ങളോട് കള്ളം പറയുകയല്ല. ഓക്കെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സോ ബിലീവ് മീ ആൻഡ് ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷന് ആരാണ് കാരണം? നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷന് നിങ്ങളുടെ അച്ഛനല്ല കാരണം, നിങ്ങളുടെ അമ്മയല്ല കാരണം, ഞാനല്ല കാരണം, നിങ്ങളുടെ ഭാര്യയല്ല കാരണം, നിങ്ങളുടെ വൈഫല്ല കാരണം, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അല്ല കാരണം, നിങ്ങളുടെ അമ്മൂമ്മയല്ല കാരണം, ആരുമല്ല കാരണം. ആ കാരണം നിങ്ങളാണ്. സോ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്, ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി. പിന്നെ നിങ്ങൾക്ക് ഈ മെൻ്റൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ മെൻ്റൽ ഹാപ്പിനെസ് വേണമെങ്കിൽ, നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ബ്രോ ഞാൻ നിങ്ങളോട് പറയുന്നു, 21 ദിവസം അല്ലെങ്കിൽ 3 വീക്ക് ഈ ഞാൻ പറയുന്ന ഈ റൊട്ടീൻ നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ, ഈ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ മെൻ്റൽ ഹെൽത്തിൽ നിന്നും ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റൂ. ആ സന്തോഷം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂ, ഹാപ്പിനെസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഞാനിത് ആദ്യം തന്നെ പറഞ്ഞു എന്ന് വെച്ചാൽ, നിങ്ങളുടെ കുറെ പൊട്ട വീഡിയോ കിടപ്പുണ്ട് യൂട്യൂബിൽ. അതല്ല, ഇത് നിങ്ങളിങ്ങനെ ജനിക്കുന്നതാ, നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും ഇത് മാറാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരുണ്ട്. പിന്നെ 2-3 ദിവസമൊക്കെ ഇത് ചെയ്താൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് അങ്ങനെ മാറും. അങ്ങനെയുള്ള ഒരു ക്രാപ്പും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ലൈഫ് ലോങ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ ഉള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു റാറ്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ആ എൻവയോൺമെന്റിൽ റാറ്റ് ഒരു വീടിനകത്ത് തന്നെ ഇങ്ങനെ അടച്ചിട്ട റൂമിൽ ഗ്ലാസ് ഒന്നും തുറന്നിടാതെ ഓക്സിജൻ ഒന്നും കയറാതെ ഇങ്ങനെ ഇരുന്ന് ഫോണിൽ തന്നെ ഇങ്ങനെ 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 ചുരണ്ടിക്കൊണ്ടിരുന്ന ആർക്കായാലും ഡിപ്രഷൻ വരും, ആർക്കായാലും ആങ്സൈറ്റി വരും, ആർക്കായാലും സ്ട്രെസ് വരും, ആർക്കായാലും വരും. ഇപ്പൊ റൊണാൾഡോ കൊണ്ട് ഇങ്ങനെയുള്ള റൂമിൽ ഇട്ടാലും പുള്ളിക്ക് വരെ ഡിപ്രഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും വരും, ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻവയോൺമെന്റ് ചേഞ്ച് ആക്കണം എന്ന് ഞാൻ പറയുന്നത്. എൻവയോൺമെന്റ് ചേഞ്ച് ആക്കുമെന്ന് വെച്ചാൽ എന്തുവാ? നിങ്ങൾ AC മേടിച്ച് വെക്കുക, വീട്ടിനകത്ത് ലൈറ്റ് അടിക്കുക, ലേസർ ഷോ നടത്തുക, അതൊന്നുമല്ല. എൻവയോൺമെന്റ് ചേഞ്ച് ആക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ എണ്ണിക്കുക, രാവിലെ എണ്ണിച്ച് നിങ്ങളൊന്ന് വെളിയിലേക്ക് പോവുക. സൺലൈറ്റ്, രാവിലത്തെ സൺലൈറ്റിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് കിട്ടുക. ഞാൻ ചെയ്യുന്നൊരു പരിപാടി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യുന്നില്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ച് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഒന്ന് ഓടാൻ പോവുക, ഷൂ ഒക്കെ ഇട്ട് ഒരു പാൻറ്റും ഉടുപ്പും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് നടക്കാൻ പോകും. നല്ല രസമാണ്. രാവിലെ നടക്കാൻ പോകുമ്പോൾ ആരുമില്ല, നല്ല രസമുണ്ട്, നല്ല ഫ്രഷ് എയർ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണത്. സോ അത് ചെയ്യുക. സോ നിങ്ങൾ രാവിലെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ 40% ഓഫ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലങ്ങളും മാറാൻ തുടങ്ങും. പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് രാവിലെ തന്നെ കിട്ടും. ഒരു ഗ്രീനറി ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ബിലീവ് ഇൻ മീ ആൻഡ് ഡു ഇറ്റ് ഫോർ മീ. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ 10,000 ചിന്തകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ ബിലീവ് ഇൻ മീ ആൻഡ് ഡു ഇറ്റ് ഫോർ മീ. സോ ഒരു വട്ടം നിങ്ങൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് വേണ്ടി രാവിലെ എണ്ണിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി രാവിലെ ഇറങ്ങി നടക്കുന്നു, ഫ്രഷ് എയറും സൺലൈറ്റും നമ്മുടെ ദേഹത്തേക്ക് അടിക്കുന്നു, നമുക്കൊരു പ്രത്യേക ഒരു എനർജി കിട്ടും. സോ ഡു ഇറ്റ്. നിങ്ങൾ അടുത്ത ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ബ്രോ നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് ഇല്ല, മെൻ്റൽ പ്രോബ്ലംസ് ഇങ്ങനെ ഉണ്ട്, മെൻ്റൽ പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും. ഇപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, നിങ്ങൾ ആനയാണെങ്കിലും ചക്കയാണെങ്കിലും, ഐ ഡോണ്ട് കെയർ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇപ്പം എന്നെ കാണുമ്പോഴും ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുമ്പോഴും ഞാൻ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് ചെയ്യാൻ പറയത്തുള്ളൂ. അത് ഇതായിരിക്കും, സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഹൗ ടു ഡു മെഡിറ്റേഷൻ എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ ആ വീഡിയോ മാത്രം ഒന്ന് കണ്ടാൽ മതി, വേറെ ഒന്നും നിങ്ങൾ കാണാൻ പോകണ്ട. സ്റ്റാർട്ട് മെഡിറ്റേഷൻ. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് മെഡിറ്റേഷന് നമ്മുടെ മെൻ്റൽ ഹെൽത്തുമായിട്ടുള്ളത്. ഈ സ്കീമിൽ നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ, ഈ സ്കീമിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് ഇതിനുവേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാകും. അടുത്ത നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരും ഇത് ചെയ്യാത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റാർട്ട് മൂവിങ്. ഞാൻ നിങ്ങളോട് എക്സസൈസ് ചെയ്യാനല്ല പറയുന്നത്, ജസ്റ്റ്
സ്റ്റാർട്ട് മൂവിങ് എന്ന് മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ ഒന്ന് വൈബ്രേറ്റ് ചെയ്തിരിക്കണം. നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി നിങ്ങളൊന്ന് ചെറിയ എക്സസൈസ് ചെയ്തിരിക്കണം. നിങ്ങളോട് ഞാൻ പറയുന്നില്ല ജിമ്മിൽ പോയി മെമ്പർഷിപ്പ് എടുക്കണം, കിടന്ന് വർക്കൗട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് മൂവ് ചെയ്യുക എല്ലാ ദിവസവും. ജസ്റ്റ് നിങ്ങൾക്ക് രാവിലെ എണീച്ച്, ഞാൻ പറഞ്ഞില്ലേ ആ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓടാം, ഒരു ജോഗിങ് ചെയ്യാം, നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് വേണമെങ്കിൽ പുഷപ്പ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചിങ് ബാഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പാറിങ് ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് ജോഗിങ്ങിന് പോകാം. ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. മനസ്സിലായോ? സാർ നമ്മുടെ കൂടെ മെന്റൽ ഹെൽത്ത് ഇങ്ങനെ വേണം, ചെയ്യണം, അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുണ്ടായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരിക്കും. അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് ഇത് ചെയ്യാൻ പറ്റും. സോ സ്റ്റാർട്ട് മൂവിങ് എന്ന് പറയുന്നതും മെഡിറ്റേഷൻ എന്ന് പറയുന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡി ഒന്ന് രാവിലെ തന്നെ പമ്പ് ആക്കുമ്പോൾ, നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മളൊന്ന് വിയർക്കുമ്പം, ഒരു ഹാർഡായിട്ടുള്ള കാര്യം രാവിലെ തന്നെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പകുതി മൈൻഡുള്ള ഈ ഓവർ തിങ്കിങ്ങും ഈ സ്ട്രെസ്സും ഈ ആങ്സൈറ്റിയും എല്ലാം മാറും. അല്ലാതെ നിങ്ങൾക്ക് വേറെ മാജിക്കൽ ട്രിക്കോ അല്ലാതെ ഗുളികയോ അല്ലാതെ നിങ്ങളുടെ അസുഖമോ തേങ്ങയോ മാങ്ങയോ ഒന്നും അല്ല ഇത്. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ അസുഖമല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇങ്ങനെയുള്ളൊരു സംഭവം ഒരു അസുഖമേ അല്ല. ഇത് എല്ലാവർക്കും, മനുഷ്യനായിട്ടുള്ള എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. അത് ഉറപ്പായിട്ടും വരും. ഇപ്പം നിങ്ങളിപ്പോൾ ഈ നല്ല കാര്യങ്ങളൊക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കത് തിരിച്ച് ഫയർ ചെയ്തിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നതിനോട്ട് എവറി ആക്ഷൻ ഹാസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് യൂണിവേഴ്സൽ ലോ ആണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. സോ അത് മനസ്സിലാക്കി നമ്മൾ നൈസായിട്ട് നമ്മുടെ കാര്യങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു കാര്യം ഇമാജിൻ ചെയ്ത് നോക്കൂ. ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഒരാറ്റായിട്ടിരിക്കുന്ന ഒരാളുടെ ലൈഫിൽ അയാൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മളെപ്പോലുള്ളവർ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഈ റാറ്റ് എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ മാറാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂട്ടോ നിങ്ങളുടെ സൊസൈറ്റിയുടെ കൂട്ടോ ആൾക്കാരെയൊക്കെ അവോയ്ഡ് ചെയ്ത് അവരുടെ ഒപ്പീനിയനിൽ നിന്നും മാറി, ന്യൂസിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും എല്ലാം മാറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ, you will feel the difference. I'm telling you, you will feel the difference. നിങ്ങളൊരു കാര്യം ഇമാജിൻ ചെയ്ത് നോക്കിയോ ബ്രോ. ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് നാളെ രാവിലെ എണ്ണിക്കാൻ വേണ്ടി നിങ്ങൾ അലാറം വെക്കുന്നു, കുറച്ച് നേരത്തെ കിടക്കുന്നു, നാളെ എണ്ണിക്കാൻ വേണ്ടി ഒരു 5 മണിയാകുമ്പോൾ നിങ്ങൾ നാളെ രാവിലെ എണ്ണിക്കുന്നു. നേരെ എണ്ണിച്ചു വന്ന് ഉടുപ്പും ഡ്രസ്സും ഷൂവും അല്ലെങ്കിൽ ചെരുപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നിങ്ങൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ നടക്കാൻ പോകുന്നു, ഓടാൻ പോകുന്നു, ഫോൺ കൊണ്ട് പോകുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ, ഇമേജ് ഒക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു. ആ ഫ്രഷ് എയർ ഒന്ന് എൻജോയ് ചെയ്യുന്നു. ആ സൺലൈറ്റ് നമ്മുടെ ദേഹത്തേക്ക് കിട്ടുന്നു. കുറച്ച് പേരൊക്കെ ഇങ്ങനെ വെളിയിൽ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ നടക്കുന്നതാണ്. ഇങ്ങനെ കുറേ വീടുകൾ നമ്മൾ കാണുന്നു, അവരുടെ മുറ്റം നമ്മൾ കാണുന്നു. ഇങ്ങനെ കുറേ നേരം റോഡിൽ കൂടെ നടക്കുന്നു, അതുപോലെ തന്നെ തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നേരെ ചെയ്യുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, നിങ്ങൾ കുറച്ച് വർക്കൗട്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്യുന്നു, ഒന്നും ബോഡി കുറച്ചും കൂടെ ഒന്ന് വാം ആക്കുന്നു, നിങ്ങൾ ഫ്രഷ് ആവുന്നു, നിങ്ങളുടെ ജോലിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സ്കൂളിൽ കോളേജിലേക്ക് നിങ്ങൾ പോകുന്നു. ഇത് ചെയ്യുന്ന ഒരാൾ, ഈ റൊട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മെൻ്റൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് 1% തിങ്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുന്ന, ഇത്രയും ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത്രയും സമാധാനമുള്ള, നമ്മുടെ മൈൻഡിന് പീസ് കൊടുക്കുന്ന ഒരു റൊട്ടീൻ ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ടോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. എനിക്കറിയാം അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വീട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അവരുടെ സൊസൈറ്റിയിലുള്ള അവർക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരാൾ വിൽ ബി സക്സസ്ഫുൾ. അവൻ എന്തുമാണ് ശ്രമിക്കുന്നത്? അവൻ റാറ്റിൽ നിന്നും ഈഗിൾ ആവാനാണ് ശ്രമിക്കുന്നത്. ഈ റാറ്റിൽ നിന്നും ഈഗിളിലേക്ക് എത്താനുള്ള പാലം അവൻ പണിയുകയാണ്. ഞാൻ അതുകൊണ്ട് ബ്രോ 100% ഞാൻ നിങ്ങളെ ബെറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ആയിരിക്കും. സോ
എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ബ്രോ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നിൽക്കുന്ന ഒരു സങ്കടകരമായ ഒരു സിറ്റുവേഷനിൽ നിന്നും നമുക്ക് കുറേ മുന്നോട്ട് പോകാനുണ്ടെന്നും ലൈഫിലെ പല പല ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്താനുണ്ടെന്നും പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നും നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ കോളേജിലും സ്കൂളിലും ഒക്കെ ഇതൊന്നും പറഞ്ഞു തരാതെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ഇല്ല, സെക്സ് അഡ്വൈസ് ഇല്ല, ഒരു കാര്യമില്ല, നമ്മളിങ്ങനെ വെറുതെ അയച്ചു വിട്ടേക്കുക. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും ലൈഫിൽ സങ്കടപ്പെട്ടും ഡിപ്രസ്ഡ് ആയിട്ടും ആങ്സൈറ്റി എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് അറിയാതെ, സ്ട്രെസ് എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് അറിയാതെ ഇങ്ങനെ ഫ്ലോയിൽ എല്ലാവരും പോകുന്നതിൻ്റെ പോയിക്കൊണ്ടിരിക്കും. സോ ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ ഒരു 100% ഓഫ് മെന്നെയും വുമണിനെയും കേരളത്തിൽ എടുത്താൽ അതിനകത്ത് 20% ഓഫ് ആൾക്കാർ മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുകയും ഇങ്ങനെയുള്ള വീഡിയോസിൽ നിന്നും അവർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നും ആഗ്രഹിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളൊരു റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ പറയുന്നത് എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുവാന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഞാൻ എല്ലാ ഫ്രണ്ട്സിനൊന്നും അയച്ചു കൊടുക്കണം, അവന്മാർ ഇനി ഇമ്പ്രൂവ് ആയാലും നമ്മൾ മലയാളികളാണ്, അങ്ങനെ ഒരു സാധനമുണ്ട്. സോ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ളവരുണ്ടല്ലോ, ഒരു ഫ്രണ്ടെങ്കിലും കാണുമല്ലോ, എല്ലാവർക്കും ഒരു ഫ്രണ്ടെങ്കിലും കാണും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ആ ഫ്രണ്ട് ഞാനാണ് നിങ്ങളുടെ. ഓക്കെ, സോ ഒരു ഫ്രണ്ടെങ്കിലും കാണും, ആ ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് 2 പേർക്കും കൂടെ ചെയ്യാം, അക്കൗണ്ടബിൾ ആയിട്ടിരിക്കാം. അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഒരാൾ നിങ്ങൾക്ക് അക്കൗണ്ടബിൾ ആയിട്ട് ഉണ്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഞാൻ ആദ്യം പറഞ്ഞതിലോട്ട് നമ്മുടെ റാറ്റിൻ്റെ എൻവയോൺമെൻറ്റ് തന്നെ നമുക്ക് മാറ്റി ആ ഈഗിൾ എൻവയോൺമെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ അക്കൗണ്ടബിൾ ആയിട്ട് നമുക്കുണ്ടെങ്കിൽ വളരെ വളരെ അധികം നല്ലതാണ്. സോ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് ഉള്ള ചവർന്നൊന്നും അയച്ചു കൊടുക്കരുത്. ഓക്കെ, വല്ല കഞ്ചാവും വെള്ളം അടിച്ച് നടക്കുന്ന 24 മണിക്കൂർ സ്ക്രോളിങ് ചെയ്തുകൊണ്ട് നടക്കുന്നതിനൊന്നും അടിച്ചു കൊടുക്കണം, അയച്ചു കൊടുക്കണം. ഒരു പ്രയോജനമില്ല ഈ വീഡിയോ. എന്തിനാ അവൻ എൻ്റെ മോൻ തന്നുകൊണ്ടിരിക്കുന്നത്? എനിവേ, സോ you will never walk alone because we are the Z group. Z group. This is not the end. This is the beginning. Love you, brother. Ma.